ഏഷ്യ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് സംശയം. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു, ഏറ്റുമുട്ടലിന്റെ പാതയിലേക്ക് കൂടി നീങ്ങുന്നു എന്നല്ലേ പുറത്തു വരുന്ന വാർത്തകൾ? ഏറ്റുമുട്ടലിന്റെ പാതയല്ലല്ലോ, പൊരിഞ്ഞ യുദ്ധമാണ്. പൊരിഞ്ഞ യുദ്ധം നടക്കുമ്പോൾ പാതയില്ലല്ലോ, യുദ്ധം ആരംഭിച്ചു. അതായത് ആക്രമണം പ്രത്യാക്രമണവും പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്, മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 8 മണിക്ക് അഫ്ഗാനിസ്ഥാൻ പ്രത്യാക്രമണം നടത്തി. കഴിഞ്ഞ ദിവസം 2 പ്രവിശ്യയിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ ആക്രമിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനെ. ഒരു കുടുംബത്തിലെ തന്നെ 19 പേര് കൊല്ലപ്പെട്ട കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. അതിനുള്ള പ്രത്യാക്രമണം അഫ്ഗാനിസ്ഥാൻ ഇന്നലെ രാത്രി 8 മണിക്ക് ആരംഭിച്ചു. 4 മണിക്കൂറോളം പ്രത്യാക്രമണം നീണ്ടു. ആ പ്രത്യാക്രമണത്തിന് ഇന്ന് പുലർച്ചെ കാബൂളിലും കാണ്ഡഹാറിലും വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ മറുപടി കൊടുത്തു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു ലൾ എന്ന് ഇംഗ്ലീഷ് പറയുമല്ലോ, ഒരു താൽക്കാലിക ശമനം മാത്രമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അല്ലേ, പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ പരിശീലന താവളങ്ങൾ അഫ്ഗാനിസ്ഥാനിലാണ്. അഫ്ഗാനിസ്ഥാനാണ് അവർക്ക് അഭയം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മാറ്റമൊന്നുമില്ലല്ലോ, അത് കൂടി വരുന്നതേ ഉള്ളൂ. അപ്പോ ഡുറൻഡ് ലൈൻ ആണ് അതിർത്തി, പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തി. ഡുറൻഡ് ലൈൻ അംഗീകരിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാൻ. അപ്പൊ ആ അതിർത്തി പ്രദേശങ്ങളിലാണ് ഈ ആക്രമണമൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിരോധ മന്ത്രാലയം, അഫ്ഗാനിസ്ഥാന്റെ പ്രതിരോധ മന്ത്രാലയം ഇതിനെപ്പറ്റി ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അവരുടെ ആക്രമണത്തിനെ പറ്റി. ആ കുറിപ്പിൽ പറയുന്നത് പാകിസ്ഥാന്റെ പോസ്റ്റുകൾ തകർത്തു എന്നാണ്. പട്ടാളം മേധാവി, അതായത് അഫ്ഗാനിസ്ഥാന്റെ പട്ടാള മേധാവി ഫസീഹുദ്ദീൻ ഫിത്രാത്ത്, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പാകിസ്ഥാനെ ആക്രമിച്ചത് എന്ന് കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ വക്താവ് സബീഹുള്ള മുജാഹിദ് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 55 പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു അഫ്ഗാനിസ്ഥാന്റെ ആക്രമണത്തിൽ. പാകിസ്ഥാന്റെ 2 ആസ്ഥാനങ്ങൾ തകർത്തു, 2 സൈനിക ആസ്ഥാനങ്ങൾ തകർത്തു. 19 ചെക്ക് പോസ്റ്റുകൾ പാകിസ്ഥാന്റേത് പിടിച്ചെടുത്തു അതിർത്തിയിൽ. ഇതൊക്കെ ശരിയായിരിക്കും. മുമ്പ് നമ്മൾ പാകിസ്ഥാന്റെ ചെക്ക് പോസ്റ്റുകൾ പിടിച്ചത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്നിട്ട് പാകിസ്ഥാൻ ഭടന്മാരുടെ വസ്ത്രവും അണ്ടർവെയറും ഒക്കെ ഈ പോസ്റ്റില് ഇരുന്നൊന്നും കണ്ടതല്ലേ? പലായനം ചെയ്യായിരുന്നു, വസ്ത്രം പോലും നേരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. 8 അഫ്ഗാൻ ഭടന്മാർ കൊല്ലപ്പെട്ടു എന്ന് അഫ്ഗാനിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. 11 അഫ്ഗാനിസ്ഥാനികൾക്ക് പരിക്കേറ്റു. ഇത് തള്ളിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഈ മന്ത്രി അത്താവുള്ള തരാർ, അതായത് ആഭ്യന്തരമന്ത്രി അത്താവുള്ള തരാർ ഇത് തള്ളിയിട്ട് പറഞ്ഞു 2 പാക് ഭടന്മാരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ. 2 പാക് ഭടന്മാരെ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ തന്നെ അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു എന്നുള്ളതിന്റെ സ്ഥിരീകരണമാണല്ലോ. അതെ 3 പേർക്ക് പരിക്കേറ്റു എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പോസ്റ്റ് ഒന്നും ആക്രമിച്ച് കീഴടക്കിയിട്ടില്ല എന്നും പാകിസ്ഥാന്റെ പ്രസ്താവനയിൽ പറയുന്നു. പക്ഷെ കാബൂളില് ഇന്ന് പുലർച്ചെ വലിയ സ്ഫോടന ശബ്ദങ്ങളും വിമാനങ്ങളുടെ ഇരമ്പിപ്പായുന്ന ശബ്ദമൊക്കെ കേട്ടു എന്ന് അല്ലാത്ത റിപ്പോർട്ടുകൾ തന്നെ വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഞായറാഴ്ചയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നത്. ഞായറാഴ്ചയാണ് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നത്. അപ്പോൾ ഈ പാക് താലിബാന്റെ TTP മറ്റേ പരിശീലന ക്യാമ്പുകൾ അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനും ആക്രമണം നടത്തി. അപ്പോൾ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ സാധാരണ പൗരന്മാരുടെ വീടുകൾക്ക് പുറമെ ഒരു മദ്രസയും തകർന്നു പോയി എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട്. 22 കുട്ടികൾ പഠിച്ചിരുന്ന മദ്രസ ആണ് തകർന്നത്. ഒരു കുട്ടിക്ക് പരിക്കും പറ്റി. അപ്പോൾ 13
മറ്റേ പൗരന്മാര്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആക്രമണത്തിൽ പരിക്ക് ഏറ്റതായിട്ട് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. തോർഖാമിലെ അഭയാർത്ഥി ക്യാമ്പിലും മറ്റേ ബോംബ് വീണു എന്ന് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്തവർക്ക് ക്യാമ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് തോർഖാം അതിർത്തിയിൽ. ആ ക്യാമ്പിലും പാകിസ്ഥാൻ ആക്രമണം നടത്തി എന്നാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. അപ്പോൾ ഈ മാപ്പ് കൊടുക്കുകയില്ല, പാകിസ്ഥാൻ ഇനി മാപ്പ് കൊടുക്കുന്ന പ്രശ്നം ഇല്ല എന്ന് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനിൽ തെഹ്രീക്ക് താലിബാന്റെ ക്യാമ്പുകൾ ഇല്ല. അപ്പം അതുകൊണ്ട് അതുണ്ട് എന്ന് പറഞ്ഞ് വെറുതെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാപ്പില്ല. മാത്രമല്ല പാകിസ്ഥാൻ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ISISന്റെ സേഫ് ഹേവൻ ഇല്ലേ, അവർക്ക് അവരുടെ ഒരു സുരക്ഷിതമായി പ്രവർത്തിക്കുന്ന താവളങ്ങൾ, ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ താവളങ്ങൾ പാകിസ്ഥാനിലുണ്ട് എന്നാണ് അഫ്ഗാനിസ്ഥാൻ ആരോപിക്കുന്നത്. അത് ബലൂചിസ്ഥാനിലും ഖൈബർ പക്തൂൺഖ്വയിലുമാണ്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന് താവളം ഒരുക്കിയിട്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ TTPക്ക് താവളം ഉണ്ട് എന്ന് ആരോപിക്കുന്നത്. അതാണ് അഫ്ഗാനിസ്ഥാൻ പറയുന്നത്. അപ്പോൾ പക്ടിക്കയിലാണ് സ്കൂളിന് എന്ന് പറഞ്ഞാൽ മദ്രസയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത് പക്ടിക്ക പ്രവിശ്യയിലാണെന്ന് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് പ്രിസിഷൻ സ്ട്രൈക്സ്, കൃത്യതയോട് കൂടിയുള്ള ആക്രമണങ്ങളാണ് ഇന്ന് പുലർച്ചെ നടത്തിയതെന്ന് പാകിസ്ഥാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഖ്വാജ ആസിഫ്, പ്രതിരോധ മന്ത്രി പാകിസ്ഥാന്റെ, പറഞ്ഞു ഞങ്ങളിപ്പോൾ തുറന്ന യുദ്ധത്തിലാണ്, ഓപ്പൺ വാർ ആണ്. എന്നാൽ യുദ്ധം സ്ഥിരീകരിച്ചിരിക്കുന്നു, ഞങ്ങളുടെ ക്ഷമ നശിച്ചിരിക്കുന്നു. കാബൂളിലും കാണ്ടഹാറിലും പക്ടിക്കയിലും ആയിരുന്നു സ്ഫോടനങ്ങൾ നടന്നത്. ഇതിന് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് പേര് ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്നാണ്. ഓപ്പറേഷൻ ഗസബ് ലിൽ ഹക്ക് എന്നാണ് പാകിസ്ഥാൻ ഈ ഓപ്പറേഷന് പേരിട്ടത്. അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ആക്രമണം രാത്രി 8 മണി ഇന്നലെ. അത് അവർ പറഞ്ഞത് റംദാൻ 1447 9-ാം ദിവസം ആണ് അല്ലേ? റമദാൻ കാലത്താണ് 2 സുന്നി രാജ്യങ്ങൾ അല്ലേ യുദ്ധത്തിലേർപ്പെടുന്നത്. അപ്പോൾ കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും പാകിസ്ഥാന്റെ ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പക്ടിക്ക, പാക്തിയ, ഗോസ്റ്റ്, നങ്കർഹാർ, കുനാർ, നൂറിസ്ഥാൻ അതിർത്തികളിൽ ആണ് ആക്രമണം നടത്തിയതെന്ന് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 മണിക്കൂർ ആയിരുന്നു ആക്രമണം. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമുള്ള ബന്ധം പൂർണ്ണമായിട്ടും വഷളായി. ഇനി ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതിയിൽ വഷളാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഒന്നാമത് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ക്രമസമാധാന പ്രശ്നമുണ്ട്. ഇതുകൂടെ അയാൾ തകർച്ച പൂർണ്ണമാവില്ലേ? അതെ, അതായത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ പാർലമെന്റിൽ പറഞ്ഞിരുന്നത് നമ്മുടെ പട്ടാളം അംഗവിഹീനരാണ്, നമുക്ക് മറ്റ് പട്ടാളങ്ങളുടെ ശക്തി ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഖൈബർ പക്തൂൺഖ്വയിൽ നിന്നൊക്കെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പട്ടാളം. നേരിടാൻ കഴിയുന്നില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ വലിയ നാശം പാകിസ്ഥാന് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറാൻ പറ്റിയിട്ടില്ല. കാരണം വ്യോമശക്തി അല്ലേ പാകിസ്ഥാന്റെ, നമ്മൾ 11 കേന്ദ്രങ്ങളിൽ ആക്രമിച്ചു. പാകിസ്ഥാന്റെ വ്യോമശക്തി കാര്യമായി നശിച്ചുപോയി. വിമാനങ്ങൾ തകർന്നുപോയി, ഹാങ്കറുകൾ തകർന്നുപോയി, വ്യോമതാവളങ്ങൾ തകർന്നുപോയി. ഇതിൽ നിന്ന് തന്നെ കരകയറിയിട്ടില്ല. വലിയ ദാരിദ്ര്യത്തിലാണ്. IMFന്റെ വായ്പ മേടിച്ചിട്ട് ദൈനംദിന കാര്യങ്ങൾ അല്ലേ നടത്തിക്കൊണ്ടു പോവുകയാണ് പാകിസ്ഥാൻ. അപ്പോഴാണ് ഇത്. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് ഇന്ത്യയുടെ സഹായത്താലാണ് എന്ന് എപ്പോഴും പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട്. ആ ആരോപണം വീണ്ടും നമുക്ക്
പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.